ബജറ്റിലൂടെ വമ്പൻ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി സ്റ്റാർ ആവാന്ന് വിചാരിച്ചതായിരുന്നു നമ്മുടെ ധനമന്ത്രി. പക്ഷെ ബജറ്റ് അവതരണം കഴിഞ്ഞതും മന്ത്രിസഭയിലെ പല മന്ത്രിമാർക്കും അതൃപ്തി. ഇതെന്ത് ബജറ്റ് എന്നുള്ള രീതിയിലായി എല്ലാവരുടെയും പ്രതികരണങ്ങൾ. ഓ എന്റെ ബാലഗോപാലേട്ട, നിങ്ങൾ എപ്പോൾ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണോ നിങ്ങളുടെ അവസ്ഥ? കേന്ദ്ര സർക്കാരിന്റെ ബജറ്റ് കണ്ടപ്പോൾ ഉള്ളിൽ പലരും ആകെ തളർന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുത്തിൻ പ്രതീക്ഷകൾ നൽകിക്കൊണ്ട് നമ്മുടെ ബാലഗോപാലേട്ടൻ വരുന്നത്. ബഡ്ജറ്റ് എല്ലാവരെയും സന്തോഷിപ്പിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഏറ്റവും കേരളത്തിന് ഭാവിക്ക് നല്ല ഗുണമുണ്ടാവുന്ന, സാമ്പത്തിക വികസനം ഉണ്ടാവുന്ന, ഇപ്പോൾ നമ്മളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് കടന്ന് കൂടുതൽ തൊഴിലും ഒക്കെ ഉണ്ടാവാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു ബഡ്ജറ്റാണ് അവതരിപ്പിക്കാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അതിന്റെ അനുസരിച്ച് വലിയ മാറ്റം ഉണ്ടാവും, അല്ലെങ്കിൽ കൂടുതൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നല്ലതുപോലെ കാര്യങ്ങൾ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന, നിങ്ങളെല്ലാം അംഗീകരിക്കുന്ന ബഡ്ജറ്റായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആശങ്കപ്പെടാതിരിക്കാനുള്ള ബഡ്ജറ്റാണ്. അങ്ങനെ ആശങ്ക ഉണ്ടാവാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ പോകാനാണ്. നമ്മുടെ കഷ്ടപ്പാടൊക്കെ മാറാൻ പോവാണ്. കേട്ടില്ലേ ബാലഗോപാലേട്ടൻ പറയണത്? എല്ലാരെയും സന്തോഷിപ്പിക്കാനുള്ള ബജറ്റാണെന്ന്. ഇതാണ് കേരളം കാത്തിരുന്ന ധനമന്ത്രി. ബജറ്റ് അങ്ങോട്ട് അവതരിപ്പിക്കുന്ന നേതാവേ. ബജറ്റ് കണ്ട എല്ലാവരുടെയും കണ്ണു തള്ളിയില്ലേ? എന്തൊക്കെ പ്രഖ്യാപനങ്ങളാണ് ധനമന്ത്രി നടത്തിയത്. പങ്കാളിത്ത പെൻഷന് പകരം പുതിയ പദ്ധതി, റബ്ബറിന്റെ താങ്ങുവില 10 രൂപ കൂട്ടി, പെൻഷൻ കുടിശ്ശിക എല്ലാം ഉടൻ കൊടുത്തു തീർക്കും, സിൽവർ ലൈൻ നടപ്പാക്കാൻ ശ്രമം തുടരും, കൊച്ചി മെട്രോയുടെ 2ാം ഘട്ടത്തിന് 128 കോടി. അങ്ങനെ വമ്പൻ പ്രഖ്യാപനങ്ങളല്ല നടത്തിയത്. അല്ല, 24 മണിക്കൂറും ഖജനാവിൽ കാശില്ലേ എന്ന് പറഞ്ഞ് നടന്നിട്ട് ഇതിനൊക്കെ കാശ് എവിടെ നിന്നാവും കിട്ടിയിട്ടുണ്ടാവുക? ഇതൊക്കെ എന്ത്? KSRTC മുതൽ വ്യവസായങ്ങളിൽ വരെ കോടികളല്ലേ ധനമന്ത്രി കൊടുത്തിട്ടുള്ളത്. ഇനി എന്ത് വേണം? ഇതാണല്ലേ ബാലഗോപാലേട്ടൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത്. ഇതൊന്നും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടത്തിയ പ്രഖ്യാപനങ്ങളല്ലാട്ടോ, നാടിന്റെ നാട്ടാരുടെ നല്ലതിന് വേണ്ടി ചെയ്യണതാ. ബാലഗോപാലേട്ടൻ ഒരു കില്ലാടി തന്നെ. ബാലഗോപാലേട്ടാ, പിന്നെ നിങ്ങളുടെ ബജറ്റിൽ മന്ത്രിമാർക്ക് എന്നെ അതൃപ്തി ഉണ്ടെന്ന് ഒരു വർത്താനം കേട്ടുട്ടോ. ആരൊക്കെയോ സങ്കടം ബോധിപ്പിക്കാൻ വന്നിട്ടുണ്ട് ഇത്ര. ഏതായാലും ഞങ്ങൾ നേരിട്ട് ഫിനാൻസ് വകുപ്പ് മന്ത്രിയെയും മുഖ്യമന്ത്രിയോട് ഈ വിവരം പറയുന്നുണ്ട്. കാരണം ക്ഷീരമേഖലകളിൽ കുറച്ചധികം പാവപ്പെട്ട ക്ഷീര കർഷകരെ സഹായിക്കുന്ന തരത്തിലുള്ള സ്കീമുകളും പദ്ധതികളുമാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൽ കുറവ് വന്നാൽ പാലുൽപാദനത്തിൽ നമുക്ക് കുറവ് വരും. അതുകൊണ്ട് ഞാൻ ബഡ്ജറ്റിനെ കുറിച്ച് മറ്റൊന്നും പറയുന്നില്ല. അത് ഞങ്ങളൊരു ചർച്ചയിലൂടെ പരിഹരിക്കുവാനുള്ള പരിശ്രമമാണ് ചെയ്യുന്നത്. ക്ഷീരമേഖലയെ പരിഗണിച്ചില്ല എന്നൊരു സങ്കടം മന്ത്രി ചിഞ്ചുറാണിക്കുണ്ട് കേട്ടോ. പ്രശ്നങ്ങളൊക്കെ ധനമന്ത്രിനോടും മുഖ്യമന്ത്രിനോടും പറയുന്നതാണ് മന്ത്രി പറയണത്. വകുപ്പിന് വേണ്ടത്ര പരിഗണന കിട്ടാത്ത സ്ഥിതിക്ക് ഇനിയിപ്പോൾ എന്തിട്ട് ചെയ്യാ? അത് ഞങ്ങൾ മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ചിട്ട് വേണ്ടത് ചെയ്യാമെന്നുള്ളതേ എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ബജറ്റിൽ പ്രതിഷേധം ഉണ്ടെന്ന് സാരല്ലേ? ഇല്ല, ഞാൻ ആ പ്രതിഷേധം ഇവിടെ പറയുന്നില്ല. അത് പറയേണ്ടുന്നിടത്ത് പറഞ്ഞാൽ മതിയല്ലോ. അത് തന്നെ. അപ്പൊ പ്രതിഷേധം ഉണ്ട് അല്ലേ? പാവം, പ്രതിഷേധവും നിരാശയും ഒക്കെ ഉണ്ട്. പക്ഷെ പരസ്യമായിട്ട് പറയാൻ ഉള്ളിലൊരു ഭയം നിന്ന് പരിഗണത് കണ്ടില്ലേ? ഇതുപോലത്തെ അവസ്ഥ വേറെ മന്ത്രിമാർക്ക് ഉണ്ടെന്നേ. ധനമന്ത്രി സിവിൽ സപ്ലൈസിനെ പരിഗണിച്ചില്ല എന്നൊരു സങ്കടം മന്ത്രി GR അനിലിനുണ്ട്. പക്ഷെ അത് അദ്ദേഹം പരസ്യമായി പറയുന്നുണ്ടോ? ഇല്ല, പറയാതെ പറയാണ്. ഓരോരോ അവസ്ഥ അങ്ങനെ തന്നെ അല്ലേ അല്ലേട്ടാ? അത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് പരസ്യമായ ഒരു പ്രതികരണത്തിന് ഞാൻ പോകുന്നത് ശരിയല്ല എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ അവസ്ഥ നമുക്ക് മനസ്സിലാവുന്നേ. മിണ്ടാതെ ഉരിയാടാതിരുന്ന് ശീലായില്ലേ? സാരില്ലേ, പോട്ടെ. പുറത്തു പറയുന്ന വാചകങ്ങളെ. എന്തായാലും മന്ത്രി എന്ന നിലയിൽ ഞാൻ അത്തരം വിഷയങ്ങൾ ധനകാര്യമന്ത്രിയുമായി ആവശ്യമായ ചർച്ച നടത്തും. ബാലഗോപാലേട്ടൻ ഇതൊക്കെ കേൾക്കണ്ടല്ലോ അല്ലേ? ബജറ്റിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ കാണുന്നതൊക്കെ. എല്ലാരെയും സന്തോഷിപ്പിക്കുന്ന, എല്ലാവരും ഏറ്റെടുക്കുന്ന ബജറ്റില്ലേ? എന്നിട്ട് ഇപ്പൊ എന്തായി? കൂടെയുള്ളവർക്ക് പോലും പരാതിയും പരിഭവമാണല്ലോ. എല്ലാം ബോധിപ്പിക്കാൻ എല്ലാരും കൂടി അങ്ങോട്ട് ഒരു വരവ് വരുന്നാ പറയണത്. അവിടെ തന്നെ കാണൂലോ അല്ലേ? പോലെ പരാതി പറച്ചിൽ തീർന്നിട്ടില്ല, ഇനിയും ഉണ്ട്. കൃഷിമന്ത്രിക്കും പരാതി ഉണ്ട്. പക്ഷെ അത് പുള്ളിക്കാരൻ ഇങ്ങനെയൊന്നല്ലേട്ടാ പറയണത്. വേറൊരു ഇന്റലിജന്റ് മറുപടിയാണ് പറഞ്ഞത്. ആർക്കും ഒന്നും മനസ്സിലാവരുത്. ആവശ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം ഉണ്ട്. അതെല്ലാം പൂർണ്ണമായി നോക്കുമ്പോൾ ചിലപ്പോൾ ഇതിനകത്ത് വരില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലേ, നമ്മൾ അതിനാണ് മറ്റു പണം ലഭ്യമാകുമോ എന്ന് നോക്കി 5 കൊല്ലം കൊണ്ട് 2370 കോടി രൂപ വരാണ് കേരളത്തിൽ. അത് ശരി കാര്യമില്ല. ബഡ്ജറ്റിന് പുറത്തേക്ക് നമ്മൾ പണം കണ്ടെത്തേണ്ടതായിട്ട് വരും. ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ? ബജറ്റിൽ നിന്നോ കാശ് കിട്ടിയില്ല. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും വഴി നോക്കണം എന്നാണ് മൂപ്പര് പറയണത്. സങ്കടം പറച്ചലിന്റെ വേറൊരു വേർഷൻ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ടാവും മന്ത്രിമാർക്ക് മാത്രവും പരാതിയെന്നും. അല്ല, വിദ്യാർത്ഥികൾക്കും ആശങ്കയുണ്ട്. ഇതിന്റെ മേൽ സർക്കാരിനൊരു
ഒരു നിയന്ത്രിക്കാനുള്ളൊരു അവകാശം അല്ലെങ്കിൽ ആ തരത്തിൽ നിയന്ത്രണ അധികാരം ഉണ്ടാവണം. തീർച്ചയായിട്ടും ഈ ഓട്ടോണമിക് കോളേജൊക്കെ വന്ന സമയത്ത് ഉണ്ടായതുപോലെ സ്വതന്ത്രമായിട്ട് അത് വിദ്യാർത്ഥികൾ വിവേചനം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അതിനൊരു കണക്കും കാര്യമില്ലാതെ നിയന്ത്രിക്കാതെ അത് സംസ്ഥാനത്തേക്ക് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ആശങ്കയുണ്ട്. അത് ഇന്നലത്തെ സർക്കാരുമായി ബന്ധപ്പെട്ട് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി ഞങ്ങളുടെ ആശങ്ക അകറ്റുന്നതാണ്. കാരണം സർക്കാർ അതിൻ്റെ അകത്തൊരു നിയന്ത്രണം വെക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട്. സ്വകാര്യ സർവകലാശാല കടന്നു വരുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കയുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ അത് നടപ്പിലാക്കുമ്പോൾ സർക്കാർ അതിൻ്റെ അകത്ത് കൃത്യമായിട്ടുള്ള ഒരു നിയന്ത്രണം നടപ്പിലാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടും. ജനകീയ ബജറ്റ്, ജനപ്രിയ ബജറ്റ് എന്നൊക്കെ പറഞ്ഞ ആളെന്തേ ഇങ്ങോട്ടൊന്ന് വിളിച്ച കാണട്ടെ. ഞാൻ പോകുന്നു. ഈ ബജറ്റ് അവതരണം കേട്ടപ്പോൾ ചിരിക്കണോ കരയണോ എന്ന് തീരുമാനിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. കാരണം അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ള കണക്കുകളും അദ്ദേഹത്തിൻ്റെ പ്രസംഗവും കേരളത്തിൻ്റെ സമകാലിക യാഥാർത്ഥ്യങ്ങളുമായിട്ട് ഒരു ബന്ധമില്ലാത്തതാണ്. യാഥാർത്ഥ്യമായിട്ട് എന്തിനു ബന്ധം വേണം മിസ്റ്റർ? ബാലഗോപാലേട്ടനും ടീമിനും നിങ്ങളെ പോലെ തന്നെ വോട്ട് മതിന്നേ. അതിനുള്ള കാര്യമൊക്കെ ബാലഗോപാലേട്ടൻ ബജറ്റിൽ കൃത്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നീ പൊന്നപ്പനല്ലടാ, തങ്കപ്പൻ തങ്കപ്പൻ. പക്ഷെ റബ്ബറിന്റെ താങ്ങുവില 10 രൂപയെങ്കിലും കൂട്ടിയല്ലോ, സന്തോഷം. 170 രൂപ തറവില പ്രഖ്യാപിച്ച് KM മാണി കാലത്ത് പ്രഖ്യാപിച്ചു. വർഷം എത്രയായി? ഇവിടെ 5 പൈസ കയ്യിലായി കരഞ്ഞോണ്ടാക്കിയ കൃഷിക്കാരൻ ആത്മഹത്യ ചെയ്യണം. കർഷകൻ അറിയാമോ? അപ്പൊ അപമാനിക്കുന്നു കൃഷിക്കാരൻ. അല്ല 10 രൂപ ഒലത്തിന്ന്. ഏതാ 10 രൂപ? ജോർജേട്ടാ, വിമർശനമൊക്കെ ആവാ, പക്ഷെ അത് കുറച്ച് മാന്യായ ഭാഷയിലായിക്കൂടെ? എനിക്ക് ഈ ഭാഷ സംസാരിക്കാൻ ഉദ്ദേശം. മാന്യത ജോർജേട്ടന്റെ ഭാഗത്ത് നമ്മൾ പ്രതീക്ഷിക്കണില്ല. എന്നാലും ആഗ്രഹം കൊണ്ട് പറഞ്ഞതാ. ഓരോരോ ശീലങ്ങളല്ലേ, മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവൂല്ലേ? വമ്പൻ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി 4 വോട്ട് പിടിക്കാന്ന് വിചാരിച്ചപ്പോൾ കൂടെയുള്ളവര് പരാതിയും പരിഭവമായി വരുന്നത് എന്തൊരു കഷ്ടമാണ്. പിന്നെ പരാതി ഉന്നയിക്കുന്നവരോടാണ് ഇപ്പൊ പറഞ്ഞത് ഓക്കെ, പക്ഷെ പരസ്യമായി ഇനിയും പരാതി പറയാനാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പലരെയും അടിച്ചമർത്തി വെട്ടി ഒതുക്കുന്ന കാഴ്ചകളൊക്കെ കാണാറുണ്ടല്ലോ അല്ലേ? എന്താ ഭയർക്കെട്ട്. ഗാന്ധിയെ കൊലപ്പെടുത്തിയ ഗോഡ്സെയെ തള്ളി പറയുന്ന ABVP പിള്ളേരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാണണമെങ്കിൽ കോഴിക്കോട് NITയിലേക്ക് ചെന്നാൽ മതി. കഴിഞ്ഞ ദിവസം NITയിലെ അധ്യാപിക ഗോഡ്സെയെ പ്രകീർത്തിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനെതിരെയാണ് ABVP NITക്ക് മുന്നിലെ പ്രതിഷേധം നടത്തിയത്. ABVPയുടെ മുദ്രാവാക്യം കേട്ടാലേ നിങ്ങൾ ഞെട്ടും. അല്ല, ഞങ്ങൾ കണ്ട ABVP ഇങ്ങനെയല്ലാന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ? ഗാന്ധിയെ കൊലപ്പെടുത്തിയ ഗോഡ്സെ രാജ്യദ്രോഹിയാണെന്നാണ് ABVP പറയണത്. ന്യൂ ജനറേഷൻ പിള്ളേരെ കണ്ടുക്ക. നമ്മുടെ രാഷ്ട്രപിതാവിനെ അപമാനിക്കുന്ന വിധത്തിൽ ഗോഡ്സെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ക്യാമ്പസുകളിൽ രാജ്യവിരുദ്ധ പ്രകോപനങ്ങൾ ഉണ്ടാക്കി. തുടർന്ന് വിദ്യാർത്ഥികൾക്കിടയിൽ മതത്തിന്റെയും വർഗീയതയുടെയും വിഷപ്പല്ലുക പ്രൊഫസർ ഉയർത്തിക്കാട്ടുകയുണ്ടായി. ഗോഡ്സെയല്ല ശരിക്കും നമ്മുടെ രാഷ്ട്രപിതാവ്, നമുക്ക് ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിത്തന്ന രാഷ്ട്രപിതാവിനെ താഴ്ത്തിക്കെട്ടി അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്ത ഗോഡ്സെയെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഇത്തരത്തിലുള്ള പോസ്റ്റ് ക്യാമ്പസ്, ഇത്രയും വലിയൊരു ക്യാമ്പസ് പഠിപ്പിക്കുന്ന പ്രൊഫസർ പോസ്റ്റ് ഇട്ടതിൽ വളരെയധികം രാജ്യദ്രോഹവും അതുപോലെ ദേശവിരുദ്ധമായ നിലപാടുകളാണ് ഈ വനിത ഉണ്ടായിരുന്നത്. ഇത്തരത്തിൽ ഇതിനെതിരെ പ്രതിഷേധമായിട്ട് ABVP കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഇങ്ങനെ ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയുണ്ടായി. ഗോഡ്സെ ഇന്ത്യയെ രക്ഷിച്ചതിൽ അഭിമാനം കൊള്ളുന്നു എന്നാണ് അധ്യാപിക കമന്റ് ഇട്ടത്. അധ്യാപികയ്ക്ക് യാഥാർത്ഥ്യം അറിയില്ലെങ്കിലും പിള്ളേർക്ക് അറിയില്ലോ, സമാധാനം. ഗോഡ്സെക്കെതിരെ മുദ്രാവാക്യം വിളിച്ചു എന്ന് മാത്രമല്ല, ഗോഡ്സെയുടെ ചിത്രം കത്തിച്ചും ABVP പിള്ളേര് പ്രതിഷേധിച്ചു. സത്യം പറയും, നിങ്ങൾക്ക് എന്താണ് മക്കളെ പറ്റിയത്? പുതിയ തലമുറയില് വലിയ പ്രതീക്ഷയാണ്. സത്യത്തിന് വേണ്ടി ഇതുപോലെ ഉറക്കെ ശബ്ദമുയരട്ടെ. എന്നാ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി നാളെ കാണാം. നന്ദി, നമസ്കാരം.